ഹലോ മൈ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ വന്നിരിക്കുന്ന ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ പരിപാടി എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കമൻറ്റ് വെറുതെ ഇരുന്നപ്പോൾ എൻ്റെ കമൻറ്റ് ബോക്സ് ഒന്ന് എടുത്ത് വായിച്ചായിരുന്നു. അപ്പം ഞാൻ ഏകദേശം 7 ഷോർട്ട് വീഡിയോ ഇട്ടു. അതിൻ്റെ അകത്ത് വന്ന കമൻ്റ് എല്ലാം വായിച്ചപ്പോൾ കുഴപ്പമില്ലാത്ത കമൻസൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്. പോരാത്തിന് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് എൻ്റെ കൂട്ടുകാരനൊരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരാണ് RC ഗ്യാരേജ്. അപ്പോൾ നിങ്ങൾ അവനെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അപ്പം നിങ്ങൾ നേരെ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടത്തില്ല. നിങ്ങൾ നേരെ എൻ്റെ കമൻറ്റ് ബോക്സ് എടുത്തിട്ട് ഏത് വീഡിയോ മറ്റേ ഒരു ഗാർഡൻ്റെ വ്ളോഗ് ചെയ്തില്ലേ, അതിൻ്റെ കമൻറ്റ് ബോക്സ് എടുത്തിട്ട് ഇട്ടിരിക്കുന്ന ഒരു പ്രൊഫൈലുണ്ട്. ആ പ്രൊഫൈലിൽ കയറിയിട്ട് നേരെ അവൻ്റെ ചാനലിൽ പോയാൽ മതി, എന്നിട്ട് സബ് ചെയ്താൽ മതി. അവൻ ഏകദേശം ഒരു വീഡിയോ കണ്ടിട്ട് ഇപ്പോൾ 4 സബ്ബം കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ കമൻറ്റ് ബോക്സ് വായിക്കുന്നതിൽ വരാം. ഇപ്പോൾ ഞാൻ മൊബൈലിലൊന്നുമല്ല, എനിക്ക് വായിച്ച ക്ലിയർ ഓർമ്മയുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ വായിച്ചതിൽ ഒരാൾ വന്നിട്ട് എനിക്ക് വെച്ചിട്ട് പറഞ്ഞു, ഹായ് ബ്രോ എന്ന് വെച്ചിട്ടുണ്ട്. സൗമ്യ ടെന്നിസൺ എന്ന പേരുള്ള ഒരാളാണ് കേട്ടോ. അപ്പോൾ അയാൾക്ക് എന്തായാലും നല്ല ഹായ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഹോണൊക്കെ അടിച്ച് വിളിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് പിന്നെ എൻ്റെ എല്ലാ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലും ഒരാൾ വന്നിട്ട് ആരാന്ന് അറിഞ്ഞൂടെ ഗൈസ്, കുറേ ലവ് ചിഹ്നം ഇട്ടിരിക്കുന്നു. ഒരു വീഡിയോയിലും വിടുന്നില്ല. ഞാൻ ഈ കമൻറ്റ് ബോക്സ് സെക്ഷൻ ഓഫ് ചെയ്തിട്ടിരിക്കുന്ന വീഡിയോ അല്ലാണ്ട് ബാക്കി എല്ലാ വീഡിയോയ്ക്കകത്തും കുറേ ലവ് എടുത്തിട്ടിരിക്കുന്നു, ഹാർഡ് ലവ്. അപ്പോൾ പേര് വെച്ചപ്പോൾ മിയാസം എങ്ങാണ്ടാണ് കിടക്കുന്നത്. അപ്പോൾ അത് ആരായാലും അടുത്ത വീഡിയോയിൽ അല്ലെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പേരെന്ന് പറയേണ്ട കേട്ടോ. അപ്പോൾ ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് എത്ര മാസമായി? ഞാനിത് മെയ് തുടങ്ങിയത് കേട്ടോ. മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ് 4 മാസം. ആഗസ്റ്റ്, സെപ്റ്റംബർ 5 മാസമായി. 5 മാസം കൊണ്ട് ഇപ്പോൾ 34 സബ്സ്ക്രൈബേഴ്സിൽ നിന്ന് എനിക്കല്ല 35 സബ്സ്ക്രൈബേഴ്സിൽ നിന്ന് എനിക്കൊരു മാറ്റവും ഇല്ല. കുറേ ആൾക്കാർ എന്നെ കാണുമ്പോൾ ഒക്കെ ചോദിക്കുന്നുണ്ട്, എൻ്റെ കൂട്ടുകാരന്മാരെ എന്നെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അവർ ചോദിക്കുന്നുണ്ട് എന്താ ലൈവ് വീഡിയോ ഇടാത്തതെന്ന്. അപ്പോൾ കുറേ ആൾക്കാർ അല്ലാണ്ടും ചോദിക്കുന്നുണ്ട് എന്താ ലൈവ് വീഡിയോ ഇടാത്തതെന്ന്. അപ്പോൾ ലൈവ് ഇടണമെങ്കിൽ എല്ലാവരും കേൾക്കണം. ലൈവ് ഇടണമെങ്കിൽ നമുക്ക് 50 സബ്സ്ക്രൈബേഴ്സ് വേണം. ഞാൻ ഈ 35 സബ്സ്ക്രൈബേഴ്സും വെച്ച് എനിക്ക് ലൈവ് ഇടാൻ ഒക്കത്തില്ല. എല്ലാവരും ലൈവ് ഇടണം, അല്ലേ? എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളെല്ലാം സബ്സ്ക്രൈബ് ചെയ്താലും എനിക്ക് ഡെയിലി ലൈവ് ഇടാൻ വരും. പിന്നെ എൻ്റെ ലൈവിൻ്റെ സമയത്തായിരിക്കാം ചിലപ്പോൾ തൊപ്പി, പിങ്കി, പിന്നെ ഏതായിരുന്നു ഈഗിൾ ഗെയിമിങ്, ഇവരുടെ എല്ലാവരുടെയും ലൈവും സ്ട്രീമിങ്ങും ഒക്കെ ആ ടൈമാണ്. അന്നേരം മാക്സിമം എല്ലാവരും എൻ്റെയിലും കൂടി കയറാൻ നോക്കുക. നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ എല്ലായിടത്തും പറയണം ചാനൽ ലൈവിന് കയറാൻ. അപ്പോൾ ഞാൻ എന്തായാലും എല്ലാവരുടെയും കമൻറ്റ്സ് വായിക്കുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ താഴെ നിങ്ങളെല്ലാവരും മാക്സിമം കമൻറ്റ് ഇട്ടു. പിന്നെ ഞാൻ ഈ വീഡിയോ മെയിനി വന്ന് ചോദിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ തൊപ്പി ഫാനാണോ, ഈഗിൾ ഫാനാണോ, സായി പോപ്പി ഫാനാണോ? നിങ്ങൾ തൊപ്പി ഫാനാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഈഗിൾ ഫാനാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. പിന്നെ സായി പോപ്പിയുടെ ഫാനാണെങ്കിൽ നിങ്ങൾ നേരെ കമൻറ്റ് ബോക്സിൽ തന്നിട്ട് റെഡ് ഹാർട്ട് ഒരെണ്ണം വെച്ച് ഇട്ടോ, ഒരു റെഡ് ഹാർട്ടും ഒരു വൈറ്റ് ഹാർട്ടും വെച്ച് ഇട്ടോ. സായി പോപ്പിയുടെ ഈഗിളിനെ നമുക്ക് നോക്കാം എത്രത്തോളം ഫാൻസ് ഉണ്ടെന്ന് അവർക്ക്. അപ്പോൾ നമ്മൾ ഇത്രത്തോളം സബ്സ്ക്രൈബേഴ്സൊക്കെ നോക്കുക, അവരുടെ ഫാൻസ് നോക്കുക. പിന്നെ ഇപ്പോൾ പുതിയൊരു സംഭവം വന്നിട്ടുണ്ടായത്, അത് ഈ തൊപ്പിയും ഷാജാനും തമ്മിലുള്ളൊരു സംഭവം. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, വെറുതെ അങ്ങോട്ട് ചെന്ന് ഇവർ അടിയുണ്ടാക്കുന്നു, അങ്ങനെ എനിക്കും പറയാനുള്ളൂ. വലിയ രീതിയിൽ പ്രശ്നമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇവർ വെറുതെ അങ്ങോട്ട് ചീത്ത വിളിച്ചും കാര്യമൊക്കെ ചെയ്യുന്നതല്ലാണ്ട് എനിക്ക് വലിയ രീതിക്കൊന്നും തോന്നുന്നില്ല. അതായത് ഈ ഷാജഹാനാണ് അങ്ങോട്ട് ചെന്ന് ഇവർക്ക് വഴക്കിന് പോകുന്ന. തൊപ്പിയും ഞങ്ങൾ അറിയാം, അങ്ങനെ വലിയ രീതിക്ക് തൊപ്പിയൊക്കെ പണ്ടായിരുന്നു അടിക്കും കാര്യത്തിനൊക്കെ പോകുന്ന. ഇപ്പോൾ ചീത്ത വിളിയില്ല, അങ്ങനെ നല്ല ലൈവാണ്, നല്ല സ്ട്രീമിംഗ് ആണ്. ഞാൻ കയറിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ കമൻറ്റ് ഇട്ടിട്ടുണ്ട്, വായിച്ചിട്ടില്ല. പിന്നെ എൻ്റെ ചാനൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, സബ്സ്ക്രൈബേഴ്സ് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ വേറെ യൂട്യൂബ് ചാനലുകാർ ലൈവ് ഇടും. ആ ലൈവിൽ ചെന്നിട്ട് എൻ്റെ ചാനലിലെ പേരും എല്ലാം എഴുതി ഞാൻ മെസ്സേജ് ഇടും. ഞാൻ ആർക്കൊക്കെ അയച്ചു പിങ്കിയുടെ ഇതിൽ കയറിയിട്ടിട്ടുണ്ട്. പിന്നെ നിമിഷ ബിജോ ഇവരുടെയും, പിന്നെ അതും കിട്ടുന്നില്ല വേറൊരു ചാനലിൽ. പിന്നെ ഏതായിരുന്നു പിന്നെ വേറെ കുറേ ചാനലിൽ ഏകദേശം ഒരു 5 ചാനലോളം ഞാൻ പിന്നെ ഇൻസ്റ്റഗ്രാമിൽ പോകുന്ന ലൈവിൽ വരെ ചെന്ന് എഴുതും എൻ്റെ ചാനലിൻ്റെ പേര്. പക്ഷേ എന്ത് ചെയ്യാം, എൻ്റെ ഇതുവരെ ഒരാളും വായിച്ചിട്ടില്ല. ഒരാൾ മാത്രം വായിച്ചത്, അത് പിങ്കിയാണ് വായിച്ചത്. അന്ന് ആ ലൈവ് 48 പേര് തുടങ്ങിയ സമയത്ത്, ലൈവ് എപ്പോൾ പെട്ടെന്ന് തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ കയറി മെസ്സേജ് ഇട്ട്. പിന്നെ അന്നേരം ഒന്നും അധികം മെസ്സേജൊന്നുമില്ല. അന്നേരം എൻ്റെ വെച്ചപ്പോൾ അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അവരും അങ്ങോട്ട് ചെയ്തില്ല.
പക്ഷെ പിന്നെ കുറേ ആൾക്കാർ കൂടിയപ്പോൾ എനിക്ക് മെസ്സേജ് ഇടാൻ നിന്നപ്പോൾ എന്ത് ചെയ്ത്, ആൾക്കാർ കൂടിയോണ്ട് കുറേ മെസ്സേജായി വായിക്കാനും നോക്കിയിട്ടില്ല. അപ്പോൾ മാക്സിമം എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ് ചെയ്യണം മറക്കരുത്. എൻ്റെ ചാനൽ സബ് ചെയ്യണം മറക്കരുത്. നിങ്ങളുടെ ഓരോ സപ്പോർട്ടാണ് നമ്മുടെ അടുത്തടുത്ത വീഡിയോസിലെ ഇത്. അപ്പോൾ പിന്നെ കുറേ ആൾക്കാർ ചോദിച്ച കാര്യം എന്ന് വെച്ചാൽ വീട്ടിലെ ഫിഷ് എന്തായിരുന്നു. ഇപ്പോൾ മീൻ എല്ലാത്തിനും ഞാൻ ആ ടാങ്കിൽ കിടന്ന ഗ്ലാസ് ടാങ്ക് കിടന്ന എല്ലാത്തിനും മാറ്റിയിട്ട് നമ്മുടെ ഉള്ള വാട്ടർ ടാങ്ക് ഇല്ലേ അത് കട്ട് ചെയ്തിട്ട് അതിലോട്ടാക്കിയിട്ടുണ്ട് ഗപ്പി. പിന്നെ ആ നേരത്തെ കിടന്ന 2 ഗപ്പിയല്ലേ ഉള്ളായിരുന്നു. ഇപ്പം മൊത്തത്തിൽ എത്ര 17 പീസ് ഗപ്പി കിടപ്പുണ്ട്. കുറേ വാങ്ങിച്ച് കുറേ പൈസയൊക്കെ കൊടുത്ത് വാങ്ങിച്ച് ഇന്നും നോക്കിയപ്പോൾ 3 എണ്ണം ചത്തുപോയി. അത് കുറച്ചിട്ടാണ് ഞാൻ 17 പറഞ്ഞത്, അല്ലെങ്കിൽ 20 പീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ ഇനി 17 പീസേ ഉള്ളൂ. പിന്നെ ഞാൻ മോളി വാങ്ങിച്ച് ഇനി ഞാൻ ഒരു മോൺസ്റ്റർ ഫിഷിനെ കൊണ്ടുവരാൻ പോകുന്നത്. മോൺസ്റ്റർ ഫിഷ് എന്ന് പറയുമ്പോൾ അത്ര വലുതല്ല, ഒരു കുഞ്ഞ് സൈസാ. കുഞ്ഞിലെ ആ കടയിൽ കുഞ്ഞാ കിടക്കുന്നത്. ഞാൻ എന്തായാലും അവിടെ പോയി വാങ്ങും. എന്തായാലും നമ്മൾ ഈ വെക്കേഷൻ കഴിയുന്നതിനെക്കാട്ടി മുന്നേ പോയി ഞാൻ വാങ്ങുന്നതായിരിക്കും. വേറെ മീനൊന്നുമല്ല, സ്പോട്ടഡ് ക്യാറ്റ് ഫിഷ്. എൻ്റെ കൂട്ടുകാരൻ പോയി വാങ്ങിച്ച് അടിപൊളി മീൻ. അത് അതിനെ വാങ്ങിച്ച് വളർത്തണം കേസ്. അപ്പം നമ്മുടെ ഇവിടെ അടുത്തൊന്നും കടയിൽ നമ്മൾ ഇനി ഇവിടുന്ന് എവിടെ പോകണം, അങ്ങ് തേവലക്കര വരെ പോകണം. തേവലക്കര ഇവിടെ ഇവിടുത്തെ ബോയ്സ് സ്കൂളല്ല, തേവലക്കര സ്കൂളല്ല, അതും കഴിഞ്ഞ് ഏകദേശം 1 കിലോമീറ്ററോളം ഉണ്ട്. അവിടെ പോകുമ്പോൾ 2 കടയുണ്ട്. 2 കടയിലും കുഴപ്പമില്ലാത്ത മീൻ കളക്ഷനൊക്കെ ഉണ്ട്. ഈ മോൺസ്റ്റർ ഫിഷൊക്കെ ഏറ്റവും കൂടുതൽ കിടക്കുന്നത് ഒരു ചേട്ടൻ നടത്തുന്നതാണ്, പിന്നെ ഒരു ആൻറ്റി നടത്തുന്നുണ്ട്. അവിടെയും മീനില്ലെന്നാൽ അവിടെ കുറേ മീനുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ പോവുക. പിന്നെ ഈ മുയലും തത്തയും ലവ് ബേർഡ്സ് ആയാലും എല്ലാം ഉണ്ട്. പിന്നെ ഫിഷിൻ്റെ ഓൾ കാര്യമൊക്കെ എല്ലാ കാര്യമൊക്കെ അവിടെ ഉണ്ട്. ബോള് എല്ലാം ഉണ്ട്. അപ്പോൾ ഉടനെ ഞാൻ എൻ്റെ ടാങ്കിലെ വീഡിയോസ് എൻ്റെ ഫിഷിൻ്റെ വീഡിയോസ് എല്ലാ വീഡിയോസുമായിട്ട് ഉടനെ എത്തുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും മാക്സിമം എന്ത് ചെയ്യണം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കുറേ നാളുകൊണ്ട് കുറേ കണ്ടൻറ്റ് കിട്ടുന്നുണ്ട്, പക്ഷേ ഷൂട്ട് ചെയ്യാൻ ആൾക്കാരില്ല. എനിക്ക് ഹോം ടൂർ എടുക്കാനുള്ള കണ്ടൻറ്റ് ഉണ്ട്, ഷൂട്ട് ചെയ്യാറില്ല. പിന്നെ ഡേ ഇൻ മൈ ലൈഫ് എനിക്ക് സമയമില്ല. അതിൻ്റെ ഇടയ്ക്ക് ഒന്നാമത്തെ ദിവസം സമയമില്ല. 10 ദിവസം ടൈം ഉണ്ടായിരുന്നു, അല്ല 12 ദിവസം നമുക്ക് വെക്കേഷൻ. ഇത്രയും ദിവസം ഓരോ കാര്യം. ഇപ്പോൾ ഞാൻ കുറച്ച് ദിവസം ഇവിടെ ഇല്ലായിരുന്നു, പിന്നെ ഓരോ കാര്യത്തിൻ്റെ പുറകെ ആയിരുന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്ത് അമ്മയുടെ വീട്ടിലൊക്കെ പോയിരുന്നു, കുറേ ടൈം പോയി. നമുക്ക് വെറും 3 ദിവസമേ ഉള്ളൂ. നാളെ ഓണം ആയതുകൊണ്ട് നാളത്തെ ദിവസത്തെ കാര്യമെന്ന് പറയണ്ട. മാക്സിമം ഞാൻ നാളെ എങ്ങനെയെങ്കിലും വ്ളോഗ് എടുക്കാൻ നോക്കും. അപ്പോൾ നിങ്ങളെല്ലാം കൂടി ഒരു കാര്യം കൂടി പറയണം, ഞാൻ ഡെയിലി വ്ളോഗ് ഇടണോ, ഞാൻ ചെയ്യണ്ട ഒരിത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അത് നിങ്ങൾ മറക്കല്ലേ. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലടുത്തുള്ളവരല്ല ആണോ ഈ മിയാസ്, എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ ഈ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് മിയാസ് കുറേ റെഡ് ഹാർട്ട് കുറേ ഇടുന്നുണ്ട്. ആരാന്ന് അറിഞ്ഞോളൂ നമുക്ക് എന്തായാലും. അപ്പോൾ എന്തായാലും ഒരു വലിയ താങ്ക്സ് ഉണ്ട്. എൻ്റെ എല്ലാ വീഡിയോസിനും ഇടുന്നത്. പിന്നെ ഞാൻ കാണിച്ച എൻ്റെ യൂട്യൂബ് ചാനൽ വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ട് വലിയൊരു പൊട്ടത്തിലെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പൊട്ടത്തിലുണ്ട്. അതായത് നോ എഡിറ്റിങ് എന്ന് പറയുന്ന സാധനം എൻ്റെ ഈ വീഡിയോയിലും ഇല്ല, ബാക്കിയുള്ള ഒരു വീഡിയോയ്ക്കകത്തും ഇല്ല. അപ്പോൾ ഇനി മുതലുള്ള വീഡിയോസ് നമ്മൾ എഡിറ്റിംഗ് എന്ന് പറയുന്ന കാര്യം കൊണ്ടുവരും. എൻ്റെ കസിൻ എഡിറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് വീഡിയോ. പിന്നുള്ള പ്രശ്നമെന്ന് വെച്ചാൽ എൻ്റെ ആദ്യത്തെ വീഡിയോ എല്ലാവരും ഓർക്കുന്നുണ്ടായിരിക്കും, ഞാൻ ഏതൊരു ബീച്ച് ഇരിക്കുന്നത്. അതിൽ ഞാൻ ഉദ്ദേശിച്ച ഈവനിങ് വൈബ് എന്നാണ്, പക്ഷേ ബിക്ക് പകരം അവിടെ ഡി ആണ് വന്നത്. അവിടെ ഈവനിങ് വൈഡ് എന്നായിപ്പോയി. എന്തോ ഭാഗ്യം കൊണ്ട് ഇത് ആരും കണ്ടില്ല. ആരും കാണാത്തതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ രക്ഷപ്പെടാക്കി, അല്ലെങ്കിൽ എല്ലാവരും കമൻറ്റ് അത് വന്ന് ഇട്ടേരാം. പിന്നെ ഒരു കാര്യം എന്തായിരുന്നു, എൻ്റെ ഒരു ഡാൻസ് വീഡിയോ ഉണ്ടായത്. എൻ്റെ എൻ്റെ കൂട്ടുകാരന്മാർ ഞങ്ങളെല്ലാം കൂടി ഇവിടെ പള്ളിയിലെ പരിപാടിക്ക് കളിച്ച ഡാൻസ് വീഡിയോ ആയിരുന്നു. അതിന് എനിക്ക് 1.1K വ്യൂസ്. അളിയ സത്യത്തിലും അടിപൊളി നിങ്ങൾ കേട്ടോ. എനിക്ക് 1.1K വ്യൂസ് നിങ്ങൾ തന്ന് വളരെ സന്തോഷമുണ്ട്. എൻ്റെ ഏറ്റവും കൂടുതൽ വ്യൂസുള്ള വീഡിയോ അതാ, 1.1K വ്യൂസ്. വീഡിയോ ഇട്ട് ഏകദേശം 8 മണിക്കൂറിനുള്ളിൽ തന്നെ എനിക്ക് 500 സംതിങ് വ്യൂസ് കിട്ടി. 8 മണിക്കൂറിനുള്ളിൽ ഞാൻ നോക്കി, വീഡിയോ ഇട്ട് 8 മണിക്കൂറാണെന്ന് തോന്നുന്നു. നോക്കിയപ്പോൾ 500 സംതിങ് വ്യൂസ് എനിക്ക് കിട്ടി. കുറച്ച് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഏറ്റവും കൂടുതൽ വ്യൂസുള്ള വീഡിയോ അതാണ്, 1.1K. ഞാൻ സത്യത്തിലും ഞെട്ടിപ്പോയി. 1.1K വ്യൂസ് എന്നൊക്കെ പറയുമ്പോഴേ ഞാൻ എപ്പോഴും ഇങ്ങനെ ഇരുന്ന് എൻ്റെ ചാനൽ നോക്കും. അങ്ങനെ ഞാൻ വീണ്ടും എൻ്റെ ചാനലെടുത്ത് നോക്കിയപ്പോഴേ
വ്യൂസ് എന്ന് വെച്ചാൽ അമ്മാതിരി വ്യൂസ് 1.1K അടിച്ച്. ആ വീഡിയോ ഇടുന്നതിനും വരെ എനിക്ക് 12 സബ്സ്ക്രൈബേഴ്സുള്ളൂ. എനിക്ക് ക്ലിയർ ഓർമ്മയുണ്ട് 12. ആ ഒറ്റൊരു വീഡിയോ ഒന്ന് ഞാൻ എത്ര കയറി 32, 12 32, 30 28 ക്ലിയർ ഓർമ്മയുണ്ട്. 28 സബ്സ്ക്രൈബേഴ്സ് കയറി. എത്ര 8 എത്ര 16 സബ്സ്ക്രൈബേഴ്സ് എനിക്ക് അപ്പം കയറി. പിന്നെ പതിയെ കുറച്ച് ആൾക്കാർ ആയിട്ട് കയറി. അപ്പോൾ എല്ലാവർക്കും ഞാൻ പറയുന്നത് മനസ്സിലായല്ലോ. ഒരുപാട് നന്ദിയുണ്ട്. 1.1K വ്യൂസ് എന്നൊക്കെ പറയുന്നത്. പിന്നെ ഞാൻ 2 ചലഞ്ച് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറേ ആൾക്കാർ ചോദിച്ചിട്ട് അതിൽ കമൻറ്റ് ഇടാൻ ഒരു 2 വീഡിയോക്കകത്ത്. അതിലെല്ലാവർക്കും കുറേ നാളുകൊണ്ട് കാത്തിരിക്കുന്നൊരു വീഡിയോ ആണ് ഈ ബ്രദർ വിസസ് സിസ്റ്ററിൻ്റെ പാർട്ട് 1ഉം പാർട്ട് 2. അപ്പോൾ ഇത് എനിക്ക് സെക്കൻഡ് പാർട്ട് ഇനി ഇല്ലടേ. സെക്കൻഡ് പാർട്ട് ഇനി വരുന്നില്ല. കാരണം വെച്ചാൽ ഇനിയുള്ള വ്ളോഗ് ഞാൻ മാത്രമേ കാണത്തുള്ളൂ. കാരണം വെച്ചാൽ ഇനി ആരും അങ്ങനെ വ്ളോഗ് കാണത്തില്ല അധികം. എൻ്റെ വീഡിയോസ് ഇനി വരാൻ ആൾക്കാരില്ല. അപ്പോൾ ഇനി മുതൽ എൻ്റെ വീഡിയോ വരുന്നത് ഞാനും പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് രണ്ടാമതൊരു ചലഞ്ച് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ചലഞ്ച് വിത്ത് മൈ ബ്രദർ. അതിൽ നിന്ന ആളാണ് ഇനി മുതലുള്ള എൻ്റെ വീഡിയോസ്. പിന്നെ വേറെ ആരുമില്ല എനിക്ക് വീഡിയോ ഒന്നും എടുത്തു തരാം. വീട്ടിൽ അമ്മയുടെ തക്കി കാര്യം എന്ന് പറഞ്ഞാൽ ചൂലും കെട്ടെടുത്ത് ഓട്ടിക്കും. അതാണ് അവസ്ഥ. പിന്നെ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്ക് എല്ലാവർക്കും ഒരു പേടി വാർത്തയുണ്ട്. ഈ വരുന്ന തിങ്കളാഴ്ച പരീക്ഷ സ്കൂൾ തുറക്കുക, എക്സാം മാർക്കെല്ലാം അവിടെ നിന്ന് എത്തും. എനിക്കതാ പേടി. ഇവിടുന്ന് സ്കൂളിൽ നിന്ന് കൊള്ളണം, വീട്ടിൽ നിന്ന് കൊള്ളണം, പിന്നെ ട്യൂഷൻ വീട്ടിൽ നിന്ന് കൊള്ളണം, എല്ലായിടത്തു നിന്നും കൊള്ളണം. അത് ആലോചിക്കുമ്പോഴാ മക്കളെ ഒരു പേടി. അതാലോചിക്കുമ്പോഴാ ചെറിയൊരു പേടി. പിന്നെ 3 ദിവസമുള്ള ഒരാശ്വാസമൊക്കെ ഉണ്ട്. പക്ഷേ 3 ദിവസം ടപ്പേന്നും പറഞ്ഞാൽ പോകും. ഞാൻ അങ്ങനെ വലിയ പുറത്ത് കളിക്കാനൊന്നും പോകത്തുണ്ട്. എനിക്ക് കുറേ നേരം എടുത്ത ടൈമൊക്കെ പോയതുകൊണ്ട് എനിക്ക് കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടി. പിന്നെ നിങ്ങൾ പറയുന്നൊരു മീനെ ഞാൻ വളർത്തുന്നതായിരിക്കും ഒരു ഫിഷ്. പിന്നെ ഫിഷ് വീഡിയോസ് എല്ലാം ഉടനെ എത്തുന്നതായിരിക്കും. എനിക്കൊരു ഫാം തുടങ്ങുന്നതാണ് ഭയങ്കര ആഗ്രഹം. ഉടനെ തന്നെ നമ്മൾ എല്ലാം സെറ്റാക്കുന്നതായിരിക്കും. എനിക്ക് എങ്ങനെയെങ്കിലും നിങ്ങളൊരു 1K വ്യൂസ് ആക്കി 1K സബ്സ്ക്രൈബേഴ്സ് ആക്കി നിങ്ങൾ മാക്സിമം തന്നെ വീഡിയോ 1K ഓക്കെ. എനിക്ക് 1K വേണ്ട. 1K അത്രയ്ക്ക് വേണമെന്നല്ല, കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. എനിക്കൊരു 60 50-60 നടക്കുള്ള സംഖ്യയിൽ മാക്സിമം എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ആക്കി തരാൻ നോക്കുക. അന്നേരം ഞാൻ ആലോചിക്കുന്ന ഡെയിലി ലൈവ് ഞാൻ ആദ്യത്തെ 2 ദിവസം നോക്കും. അതായത് ആരും കയറിയില്ലെങ്കിൽ ഞാൻ നടക്കത്തില്ല. 3 ഉണ്ടെങ്കിൽ ആൾക്കാർ കയറി ഞാൻ എന്തായാലും ദിവസം ഡെയിലി 8 മണിക്ക് എൻ്റെ ലൈവ് വീഡിയോ കാണും. അമ്മച്ചിയാണെങ്കിൽ ഞാൻ സത്യം പറയാം 8 മണിക്ക് ലൈവ് വീഡിയോ കാണും, സ്ഥിരം കാണും. ലൈവ് വീഡിയോക്കകത്ത് നിങ്ങൾ പറയുന്ന ചലഞ്ച് ഞാൻ ചെയ്യുന്നതായിരിക്കും. സത്യത്തിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഞാൻ നോക്കുന്നത് 8 മണി വരെ ഒരു 10 മണി 8 മണി to 10 മണി 2 മണിക്കൂറത്തെ ലൈവാണ് ഞാൻ നോക്കുന്നത്. 2 മണിക്കൂറല്ല, 1 മണിക്കൂർ 2 മണിക്കൂർ 1.5 ആ ഒരു ടൈമിങ്ങിലുള്ള ലൈവാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ മാക്സിമം എല്ലാവരും എനിക്ക് എന്ത് ചെയ്യുക. ഇപ്പം എൻ്റെ ചാനൽ ഒരു 35 സബ്സ്ക്രൈബേഴ്സ് കൊണ്ടിട്ടുണ്ട്. നിങ്ങൾ ഏകദേശം ഒരു 15ൻ്റെ മണ്ടയ്ക്ക് നിങ്ങളുടെ വീട്ടിൽ എത്ര പേര് കാണും? 4 പേര് കാണത്തില്ല ഒരു വീട്ടിൽ. പിന്നെ ആ ബന്ധുക്കൾ എല്ലാവരെയും കൊണ്ട് ചെയ്യുക. ഇപ്പം എൻ്റെ ചാനലിൽ കിടക്കുന്ന പാതി ആൾക്കാർ എൻ്റെ ബന്ധുക്കൾ, നാട്ടുകാർ, കൂട്ടുകാർ, വീട്ടുകാർ എല്ലാവരും 35-ൽ പാതി ആൾക്കാർ ഇതാ. അപ്പോൾ കുറച്ച് ആൾക്കാരെ അത്രകൾ പുറത്തുനിന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ അവരാണെങ്കിൽ മിക്കവാറും തന്നെ അൺസബ്സ്ക്രൈബ് കിട്ടും. കാരണം വെച്ചാൽ വീഡിയോ എത്തില്ല. ഇനിയുള്ള 3 ദിവസം കേസ് ഞാൻ ഒരു നോക്കുന്ന 1 day 2 വീഡിയോസ് വെച്ച് എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ കണ്ടൻറ് ഉണ്ടാക്കി ഇടുക. അതാണ് എൻ്റെ പ്ലാൻ. പിന്നെ യൂട്യൂബ് പുതിയ നിയമം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കോപ്പി വീഡിയോ ഇടാൻ ഒക്കത്തില്ല. മറ്റൊരാളെ കോപ്പി അടിച്ച് നമുക്ക് വീഡിയോ ഇടാൻ ഒക്കത്തില്ല. അതൊക്കെ കൊണ്ടിങ്ങനെ കണ്ടൻറ്റിൻ്റെ ക്ഷാമമൊക്കെ ആയിട്ട് ഇരിക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും ഞാൻ വീഡിയോ അതിൻ്റെ പിന്നോടെ കാരണം വെച്ചാൽ ഇപ്പോൾ തുടങ്ങിയിട്ട് എത്ര മിനിറ്റായി? 14 സെക്കൻഡ് 14 മിനിറ്റ് അങ്ങാണ്ടായി. എൻ്റെ വെച്ചാൽ എന്തായാലും നിങ്ങൾ മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല. അപ്പോൾ ഇതിന് മുകളിലുള്ള വീഡിയോ നല്ല എഡിറ്റിങ് നല്ല ലെങ്ത്തുള്ളൊരു അടിപൊളി വീഡിയോസ് ആയിരിക്കും. അപ്പോൾ എന്നേക്ക് ഇത്രയേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ.